പരാധീനതകളുടെ നടുവിൽ നിന്നും മോചനം നേടുവാൻ ഇടുക്കി മെഡിക്കൽ കോളേജിന് ഏകപ്രതീക്ഷ ഇനി സംസ്ഥാന ബജറ്റിലാണ്. താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലെത്തുവാൻ പോലും കഴിയാത്ത മെഡിക്കൽ കോളേജ് കരകയറണമെങ്കിൽ അടുത്ത സംസ്ഥാന ബജറ്റിലെങ്കിലും പരിഗണന ലഭിക്കണം. 2013 UDF സർക്കാർ നിർമ്മാണം ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് തുടർന്ന് LDF ഭരണത്തിന് കീഴിൽ ഉടച്ചു വാർക്കുകയായിരുന്നു. എന്നിരുന്നാലും ശൈശവാവസ്ഥയിൽ നിന്നും ഏറെ കരകയറുവാൻ മെഡിക്കൽ കോളേജിന് പിന്നീട് കഴിഞ്ഞു. എങ്കിലും താലൂക്ക് ആശുപത്രിയുടെ സൗകര്യങ്ങൾക്കൊപ്പം എത്തുവാൻ പോലും നിലവിൽ കഴിഞ്ഞിട്ടുമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം ചികിത്സാ സൗകര്യങ്ങളും ഇനിയും ഇവിടെ അന്യമാണ്. കാർഡിയോളജി, യൂറോളജി, നെഫ്രോളജി, ഓങ്കോളജി തുടങ്ങിയവ ഏർപ്പെടുത്തുന്നതിനൊപ്പം വൈറോളജി ലാബ് കൂടി ഇവിടെ അടിയന്തര ആവശ്യമാണ്. 3ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങളും ഇനിയും അന്യമാണ്. കൂടാതെ നഴ്സിംഗ് കോളേജിനായി ഹോസ്റ്റലും ക്ലാസ് മുറികളും ഒരുക്കേണ്ടതും അടിയന്തര ആവശ്യങ്ങളുടെ പട്ടികയിലുണ്ട്. എന്നാൽ ഇതിനൊക്കെ അടിസ്ഥാനമായി ഉണ്ടാകേണ്ടത് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് അടുത്ത സംസ്ഥാന ബജറ്റാകും എന്നതിൽ തർക്കമില്ല. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.